പണ്ഡിതനായ വല്യൊരാലിമായ സൂഫിയായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. പടച്ചവനെ, അദ്ദേഹം അതാ വീടിന്റെ അകത്തട്ടിൽ കിടക്കുകയാണ്. യാ അല്ലാ, എന്തേ പറ്റിയെന്നറിയുമോ? അദ്ദേഹത്തിന്റെ 17ാമത്തെ വയസ്സ് മുതൽ വല്ലാത്ത രോഗമാണ്, വല്ലാത്ത സങ്കടമാണ്, വല്ലാത്ത ദുഃഖമാണ്, വല്ലാത്ത രോഗത്തില്, വല്ലാത്ത സങ്കടത്തില്, വല്ലാത്ത ദുഃഖത്തില് അങ്ങനെ കഴിഞ്ഞുകൂടുമ്പോൾ അതുവഴിക്ക് വന്ന ഒരാളെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട കൂട്ടുകാരാ, എന്തേ നിങ്ങൾക്ക് പറ്റിപ്പോയത്? എന്തേ നിങ്ങൾക്ക് സംഭവിച്ചു പോയത്? എന്തിനാ നിങ്ങൾ കരയുന്ന എന്ന് പറയുമോ? എന്തിനാ നിങ്ങൾ വിഷമിക്കുന്ന എന്ന് പറയുമോ? എന്തിനാ നിങ്ങൾ ദുഃഖിക്കുന്ന എന്ന് പറയുമോ? ഉടൻ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ സങ്കടം എന്തെന്നറിയുമോ? അല്ലാഹു എനിക്കൊരു രോഗം തന്നിട്ടുണ്ട്, ആ രോഗമൊന്നും മാറുന്നില്ലല്ലോ, ആ രോഗത്തിന്റെ മൂർച്ചയിലാണ്, വല്ലാത്ത സങ്കടത്തിൽ കഴിഞ്ഞുകൂടുകയാണ്, അതുകൊണ്ടൊന്ന് ദുആ ചെയ്യുമോ? ഉടൻ തന്നെ അവിടെന്ന് പറഞ്ഞതിന് വേണ്ടുന്ന ഒരു വഴി ഞാൻ പഠിപ്പിച്ചു തരാം. അത് മറ്റൊന്നുമല്ല, എന്തെന്നറിയുമോ? യാ ഹയ്യു യാ ഖയ്യൂം, അല്ലാഹുവിന്റെ അതിമഹത്തരമായ ദിക്റുണ്ടല്ലോ, ആ പരിശുദ്ധമാക്കപ്പെട്ട ദിക്റ് നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന് കൊണ്ടുവന്നാൽ നിങ്ങളുടെ ഏത് സങ്കടം വേണോ, ഏത് പ്രയാസം വേണോ, ഏത് ദുഃഖം വേണോ, അതെല്ലാം പടച്ചറബ്ബ് പരിഹരിക്കുമെന്ന് പറയുമ്പോൾ പടച്ചറബ്ബേ, ഇദ്ദേഹം അവിടുന്ന് ഒരാളോട് പറഞ്ഞൊന്ന് എഴുന്നേൽപ്പിച്ചിരുത്താൻ. അങ്ങനെ എഴുന്നേൽപ്പിച്ചിരുത്തുമ്പോൾ അല്ലാഹുവേ അവിടുന്ന് ചൊല്ലാൻ തുടങ്ങി, യാ ഹയ്യു യാ ഖയ്യൂം, അല്ലാഹുവേ എന്റെ സങ്കടം മാറ്റണേ അല്ലാ, നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ദിക്റാണ് റബ്ബേ, നിന്റെ നാമമാണ്, അതുകൊണ്ട് നീ തട്ടല്ലേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നീറുന്ന മനസ്സോടെ അവിടെ നിന്ന് ദിക്റ് ചൊല്ലാൻ തുടങ്ങി. പടച്ച റബ്ബേ, ദിക്റ് ചൊല്ലി അറിയാതെ ഉറങ്ങിപ്പോകാറുണ്ട്. നല്ല നീയത്തോടെയാണ് ചൊല്ലുന്നത്. യാ അല്ലാ, അങ്ങനെ ദിക്റിന്റെ മഹത്വത്തിന്റെ വഴികളിലൂടെ കടന്നു വന്ന് ആ ദിക്റുകളെല്ലാം ജീവിതത്തിൽ ചൊല്ലിക്കൊണ്ടുവരികയാണ്. അങ്ങനെ ഓരോ ദിവസങ്ങൾ കഴിയുമ്പോൾ കൈയുടെ വേദന മാറുകയാണ്, കാലിന്റെ വേദന മാറുകയാണ്. അല്ലാഹുവേ എല്ലാ സങ്കടങ്ങളും നീ മാറ്റണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ആ ദിക്റ് ചൊല്ലിയിട്ട് മഹാനുഭാവനങ്ങ് ദുആ ചെയ്യാൻ തുടങ്ങി. അല്ലാഹുവേ, അങ്ങനെ ഓരോ ദിവസങ്ങളാകുമ്പോൾ ഈ രോഗം അങ്ങ് മാറുകയാണ്. ഓരോ ദിവസമാകുമ്പോഴും ദിക്ർ ഇങ്ങനെ ചൊല്ലി നമ്മുടെ വീടിന്റെ അകത്തട്ടിലും നമ്മളെ കൊണ്ടും കഴിയും നല്ല മനസ്സോടെ ദിക്റുകൾ നമ്മൾ ചൊല്ലിയിട്ട് പോയാൽ യാ ഹയ്യു യാ ഖയ്യൂം, അല്ലാഹുവിന്റെ പേരാണ്. നല്ല മനസ്സോടെ നല്ല നീയത്തോടെ നമ്മൾ ചൊല്ലിക്കൊണ്ട് കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിജയിക്കും, ഉറപ്പാണ്. അപ്പൊ രോഗങ്ങൾക്ക് ഒരു പരിഹാരമാണ് യാ ഹയ്യു യാ ഖയ്യൂം. രണ്ടാമത്തെ ദിക്ർ ഏതെന്നറിയുമോ? സലാമു ഖൗലം മിർ റബ്ബിർ റഹീം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ പരിപാവനമായ പവിത്രമാക്കപ്പെട്ട ആയത്തുകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ നമ്മൾ വിജയിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്റെ പെങ്ങളെ, ഇത് മക്കളുള്ള ഉമ്മമാര് ഏറ്റവും കൂടുതൽ ചെല്ലാനുള്ളതാണ്. വീട്ടിൽ നിന്ന് പൊന്നുമക്കളെ ഒരുക്കി വിടുമ്പോൾ, അവരുടെ കവിൾത്തടത്തിൽ മുത്തം കൊടുക്കുമ്പോൾ, അവരെ സന്തോഷത്തോടെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞുകൂടുമ്പോൾ ഉമ്മ വീട്ടിൽ നിന്ന് മക്കളെ പറഞ്ഞു വിടുന്ന സമയത്ത് ചൊല്ലുമോ? സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. അല്ലാഹുവിലേക്ക് നമ്മളെല്ലാം രക്ഷ തേടുകയാണ്, എല്ലാ അഭയവും അല്ലാഹുവിലേക്ക് തേടുകയാണ്. എന്നാ നിന്റെ മക്കൾക്കൊരു പൈശാചികമായ ശർറ് ഉണ്ടാകില്ല. നിന്റെ മക്കൾക്ക് നീ വെള്ളം കുടിക്കാൻ കൊടുക്കുമ്പോൾ, ഭക്ഷണം കഴിച്ചിട്ട് ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം മക്കൾ അവിടെ നിന്ന് വെള്ളം കുടിക്കാൻ കൊടുക്കുമ്പോൾ, അവിടെ നിന്ന് ആ മക്കൾക്ക് വേണ്ടി കൊടുക്കുന്ന വെള്ളത്തിൽ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം
എന്നുള്ള പരിശുദ്ധമായ പവിത്രമായ ആ ദിക്റ് ചൊല്ലിയിട്ടാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിലോ നിങ്ങൾ പറയാറില്ല, ഉസ്താദേ മകൻ എത്ര പഠിച്ചിട്ടും മനസ്സിലാകുന്നില്ല, അവന്റെ മെമ്മറിയിൽ ഇരിക്കുന്നില്ല, അതുകൊണ്ട് നിങ്ങളൊന്ന് ദ്വാരക്കോ എന്ന് ചോദിക്കുമ്പോ ഞങ്ങൾ ദ്വാ ചെയ്യുമെന്ന് പറയാറുണ്ട്. ഞങ്ങൾ ദുആ ചെയ്യുമെന്ന് പറയാറുണ്ട്. എന്നാൽ എൻ്റെ ഉമ്മ, നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിക്കോ, നിത്യമായി നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നോ, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. അല്ലാമാ ശുറൈഹ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഒരു കൊച്ചുകുട്ടിയുടെ കൈയും പിടിച്ചുകൊണ്ടൊരു ഉമ്മ കടന്നു വരികയാണ്. ശുറൈഹ് തങ്ങളുടെ മുമ്പിൽ വന്നിട്ട്, ആലിമാണല്ലോ, അവിടെ നിന്ന് പറഞ്ഞു, ശുറൈഹ് തങ്ങളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട നമ്മുടെ പൊന്നാര മക്കള്, നമ്മുടെ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പൊന്നുമോ, എത്ര പഠിച്ചിട്ടും അവനിക്ക് മനസ്സിലാകുന്നില്ല, എത്രയെല്ലാം പറഞ്ഞു കൊടുത്തിട്ടും അവനിക്കറിയില്ല. അതുകൊണ്ട് തങ്ങളെ, നിങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട പുന്നാര മകനിക്ക് നല്ലതുപോലെ ജീവിതത്തിൽ ഒരു മെച്ചപ്പെടാൻ എന്തെങ്കിലും ഒരു വഴിയെന്ന് പഠിപ്പിക്കുമോ? ഉടൻ തന്നെ പറഞ്ഞു, നിങ്ങൾ ദ്വാരന്നാ മതി, നിങ്ങൾ ദ്വാരന്നാ മതി എന്ന് പറയുന്ന സമയത്ത് ചോദിച്ചു പോയി, ഞാനെങ്ങനെ ദ്വാരക്കാനോ, നിങ്ങളൊന്ന് ദ്വാ ചെയ്യുമോ? ഉടൻ തന്നെ അവിടെ നിന്ന് ചോദിച്ചു പോവുകയാണ്, എന്നാൽ തങ്ങളെ, നിങ്ങൾ ചെയ്യുന്നത്ര പവറില്ലല്ലോ. ഉടൻ തന്നെ പറഞ്ഞു, നിങ്ങൾ ആരാണ്? നിങ്ങൾ അവന്റെ ഉമ്മയാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് മനസ്സറിഞ്ഞ് ദ്വാരന്നാൽ, നിങ്ങളൊന്ന് മനസ്സറിഞ്ഞ് മുന്നോട്ട് വന്നാൽ നിങ്ങളുടെ മക്കൾ എത്രയോ സൗഭാഗ്യവാനാകും. വീട്ടിലേക്കൊന്ന് ചൊല്ലുകയാണ്, എപ്പ വെള്ളം കുടിക്കാൻ കൊടുത്താലും സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. എപ്പോഴും വെള്ളം കൊടുത്താലും നല്ല നിയ്യത്തോടെ ആ ദിക്ർ ചൊല്ലിയിട്ടാണ് വെള്ളം കൊടുക്കുന്നത്. അതിന് വലിയ അത്ഭുതങ്ങളുണ്ട്. ഉമ്മമാരെന്ന് പറഞ്ഞാൽ മക്കളോട് വല്ലാത്ത സ്നേഹമാണ്. മക്കളെന്ന് പറഞ്ഞാൽ ജീവൻ കൊടുക്കുമ്മ ഇല്ലേ, വല്ലാത്തൊരു അത്ഭുതമാണ് ഉമ്മ. പാൽനിലാവൊളി ചന്ദ്രിക നിറഞ്ഞ വദനമതാണ്, ഉമ്മതൻ നീലാ വെളിച്ചം എന്നും സുന്ദരമാണ്. അല്ല തന്നൊരു പൂമണം ചൊരിഞ്ഞു വീശണതാണ്, പാലൊളി പോൽ വീശിടും നിറദീപവും അവരാണ്. അമ്പിളി പൊൻതാരമോടെ വന്ന പൂങ്കമറാണ്, അജബിലഴകിലും ഉലകിലും അവർ വെണ്ണില കുളിരാണ്. എന്തൊരഴകാണ്, വാക്കില്ലെങ്കിലും നിറമാണ്. എന്തൊരഴകാണ്, വാക്കില്ലെങ്കിലും നിറമാണ്. അല്ലാഹുവേ, ഒരുപാട് അത്ഭുതമുള്ളവരാണ്. അതുകൊണ്ട് മക്കളെന്ന് പറഞ്ഞ ജീവൻ കൊടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോടാണ് പറയുന്നത്, നിങ്ങൾക്ക് കഴിയുമോ അവർക്ക് വെള്ളം കൊടുക്കണം? എപ്പോഴും നിങ്ങൾ വെള്ളം കൊടുക്കും. കൊച്ചുമക്കൾക്ക് നിങ്ങൾ വെള്ളം കൊടുക്കുന്നവരാണ്, അവിടെ നിന്ന് കുപ്പിയിൽ വെള്ളം കൊടുക്കുന്നവരാണ്. ആ കൊടുക്കുന്ന സമയത്ത് സലാമു ഖൗലം മിർ റബ്ബിർ റഹീം, ആ ഒരു ദിക്ർ നിങ്ങൾ ഓതിയിട്ട് കൊടുത്താൽ നിങ്ങൾ എത്ര ബുദ്ധി ഇല്ലാന്ന് പറയുന്ന മക്കളും നല്ല ബുദ്ധിയുള്ള മക്കളായി മാറും. അവർക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടാകും. അവർക്ക് നല്ല സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു വരാൻ അവരെ കൊണ്ട് കഴിയും. അതിനുള്ള ആ ഒരുക്കവും അതിനുള്ള വഴിയും നമ്മൾ മുന്നോട്ട് വെക്കുമ്പോഴാണ് വിജയിക്കാൻ കഴിയുന്നത്. അല്ലാഹുവേ, ഞങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ അല്ലാ. ജീവിതം അങ്ങനെയാണ്, ഇങ്ങനെ പോവും. ദുനിയാവിന്റെ പുറത്തുകൂടെ ഒരൊറ്റ പോക്ക. അപ്പൊ സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം എന്നുള്ള ആ ദിക്ർ നിങ്ങൾ വേണ്ടുന്ന കോലത്തിൽ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് കടന്നു വന്നാൽ അൽഹംദുലില്ലാ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും.
നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. അതിന് ഒരു മാറ്റവുമില്ല. അല്ലാഹുവേ, ഞങ്ങളെ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഉമ്മ അവിടെ ഒരു മകനിക്ക് പനി പിടിച്ച് പൊരിഞ്ഞു കിടക്കുകയാണ്. വീടിന്റെ അകത്തട്ടില് സങ്കടമാണ്. അവിടെ ഒരു ഉമ്മ ചെയ്ത എന്തെന്നറിയുമോ? അവിടെ പുന്നാര മകളുടെ പുറത്ത് വെള്ളം ഇങ്ങനെ വെച്ച് പിടിക്കാറുണ്ട്. ഇന്ന് നമ്മുടെ ഉമ്മമാരും ചെയ്യുന്നൊരു സ്വഭാവമല്ലേ? മക്കൾക്ക് പനി വരുമ്പോൾ ആ മക്കൾക്ക് വേണ്ടി അവരുടെ പനി മാറാൻ വേണ്ടി വെള്ളം, നല്ല തണുത്ത വെള്ളം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നെറ്റിയിൽ ഇങ്ങനെ പിഴിഞ്ഞു വെച്ചു കൊടുക്കും. എന്തിനാ? പനി പെട്ടെന്ന് മാറാനാണ്. അത് വെറുതെയല്ല, ഒരിക്കലും അത് വെറുതെയല്ല. അത് വല്ലാത്ത അത്ഭുതങ്ങളിൽ അത്ഭുതമാണ്. അല്ലാഹുവേ, യമനിലുള്ള ഈ ഉമ്മയതാ പ്രിയപ്പെട്ട കുഞ്ഞുമകളുടെ ശരീരത്തിൽ വെള്ളം കൊണ്ടുവന്ന് തുടക്കാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ച് വന്ന ആ വെള്ളത്തിലേക്ക് ആ ഉമ്മ ഓതാൻ തുടങ്ങി. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. നല്ല നീയത്തോടെ, നല്ല മനസ്സോടെ, നല്ല ആഗ്രഹത്തോടു കൂടിയിട്ട് പടച്ചവനെ അവിടന്നതാ നല്ല നീയത്തോടു കൂടിയിട്ട് കൊണ്ടുവന്നിട്ട് വെള്ളം വെച്ചു കൊടുത്തിട്ട് ആ ഉമ്മ ഒരു ദുആ ചെയ്തു. അല്ലാഹുവേ, കരുണക്കടലായ അല്ലാ, കാരുണ്യവാനായ അല്ലാ, ഞാൻ ചൊല്ലിയ നിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്താണ് റബ്ബേ, അതിൽ നീ എനിക്കൊരു മഹത്വം തരണേ അല്ലാ. പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകളാണ്. ഈ ദിക്റ് ചൊല്ലുന്നവനിക്ക് മരിക്കുന്ന സമയത്ത് ഇബ്ലീസ് ലഅനത്തുല്ലാഹ്, ഇബ്ലീസിന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്നാണ്. ഈ ദിക്റ് ചൊല്ലിയിട്ട് കടന്നു പോകുന്നവർക്ക് ഇബ്ലീസിന്റെ ചതിയിൽ നിന്നൊക്കെ രക്ഷപ്പെടാം. അല്ലേ? മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹ് വരും. അല്ലേ? ദാഹമോത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും. നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണറബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മരിക്കാൻ കിടക്കണ മനുഷ്യന്റെ ഇബ്ലീസ് എന്നിട്ട് അളിയാ ഞാൻ രക്ഷപ്പെടുത്താം. അവിടെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റണോ? ആഗ്രഹമുള്ള ഉപ്പമാരുമ്മമാരുണ്ടോ? എന്നാ നിങ്ങളുടെ ജീവിതത്തിലൂടെ ഒന്ന് കൊണ്ടുവരട്ടെ. സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. നല്ല നിയ്യത്തിൽ നിങ്ങൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങൾ വിജയിക്കും. 100% നിങ്ങൾ വിജയിക്കും. അർത്ഥവത്തായിട്ടുള്ള ദിക്റാണ്. എന്തിനേറെ പാതിരാത്രിയിൽ നിങ്ങളുടെ പുന്നാര മക്കള് കിടന്നുറങ്ങുന്നൊരു സമയമുണ്ടല്ലോ. ആ കിടന്നുറങ്ങുന്ന സമയത്ത് പൊന്നുമക്കളുടെ നെറ്റിത്തടത്തില് നിങ്ങളുടെ ചൂണ്ടുവിരൽ വെച്ചിട്ട് സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം എന്നുള്ള പരിശുദ്ധമാക്കപ്പെട്ട ദിക്ർ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, ജീവിതത്തിൽ ഒരുപാട് മാറ്റമാണ്, ജീവിതത്തിൽ ഒരുപാട് സന്തോഷമാണ്, ജീവിതത്തിൽ ഒരുപാട് നിഅമത്തുകളാണ്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, പഠിച്ചുകൊണ്ട് കടന്നു വന്നോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുഴുവനും രക്ഷപ്പെടുത്തട്ടെ, സ്വർഗത്തിന്റെ ആനുകൂല്യം തരട്ടെ. അല്ലാഹുവേ, ഈമാനിന്റെ വെള്ളി വെളിച്ചം നമ്മുടെ ഹൃദയത്തിൽ ഊട്ടി ഉറപ്പിച്ചു തരട്ടെ. അപ്പൊ രണ്ടാമത്തെ ദിക്ർ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഒന്നാമത്തെ ദിക്ർ പറഞ്ഞു, രണ്ടാമത്തെ ദിക്ർ നമ്മൾ പറഞ്ഞു, മൂന്നാമത്തേത് അർ റഹീം, യാ റഹ്മാൻ, യാ റഹ്മാൻ യാ അല്ലാഹ് എന്നുള്ള പരിശുദ്ധമാക്കപ്പെട്ട ദിക്ർ. അത് നമ്മൾ ചൊല്ലിയാൽ നമ്മുടെ ജീവിതത്തിന് ഒരുപാട് സന്തോഷമാണ്. ആരാണ് ചൊല്ലാൻ വേണ്ടി കടന്നു വരുന്ന? അവരെ പോലെ ഭാഗ്യമുള്ളവരാരാണ്? അവരെ പോലെ സന്തോഷമുള്ളവരാരാണ്? മക്കളില്ലാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ, അല്ലാഹുവേ, കുടുംബത്തിൽ ഒരുപാട് ഉമ്മമാർ, ഒരുപാട് സഹോദരിമാര്, ചെറുപ്പക്കാര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ കാണാം, ഉസ്താദെ 6 കൊല്ലമായി 7 കൊല്ലമായി ഇന്ന് വരെ മക്കളില്ല. ഒരു കുഞ്ഞിക്കാല് കാണാൻ ആഗ്രഹിക്കാ
അറിയിക്കാത്തവരുണ്ടാകുമോ? ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പോലും വല്ലാതെ കരഞ്ഞു കലങ്ങിയിട്ടാ കടന്നു വന്നത്. ഇബ്രാഹിം നബി പോലും ദുആ ചെയ്തു, അല്ലാ എനിക്കൊരു കുട്ടിയെ തരണേ അല്ലാ, എനിക്കൊരു പൊന്നോമനയെ തരണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പോലും മനസ്സറിഞ്ഞുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് കടന്നു പോയെങ്കിൽ എൻ്റെ ഉമ്മ നിങ്ങളും ഒന്ന് ദുആ ചെയ്തോ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹ്മാനു യാ അല്ലാഹ് എന്നുള്ള ദിക്ർ അല്ലാഹുവിലേക്ക് കരുണയുടെ കരങ്ങൾ നീട്ടുക. നിങ്ങൾക്ക് അല്ലാഹു മക്കളെ തരും. മക്കളെ തരുന്നവൻ അല്ലാഹുവാണ്. ആ മക്കളുടെ രോഗം മാറ്റുന്നവനും അല്ലാഹുവാണ്. പടച്ച റബ്ബേ, നമ്മളൊക്കെ സാധുക്കളല്ലേ? ഈ ദുനിയാവിന്റെ നൈമിഷികമായ സുഖാഡംബരത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് രക്ഷപ്പെടണമല്ലോ. നമുക്ക് സന്തോഷത്തിന്റെ വഴികളിലൂടെ നമുക്കൊന്ന് കടന്നു വരണമല്ലോ. അതുകൊണ്ട് അല്ലാഹു തന്ന ഈമാനിന്റെ വെള്ളി വെളിച്ചത്തിന്റെ സന്തോഷത്തിന്റെ വഴികൾ നമ്മൾ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് അവര് വിജയിച്ചുവെന്നാണ്. ഈ ദിക്ർ പതിവാക്കി മക്കളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ ചൊല്ലി, മക്കളില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ ചൊല്ലിയല്ലോ. അല്ലാഹുവേ, പടച്ച തമ്പുരാൻ അവർക്കൊക്കെ മക്കളെ അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല നീയത്തോടെ നല്ല മനസ്സോടെ നിങ്ങൾ ചൊല്ലിയിട്ട് കടന്നു പോയാൽ മക്കളില്ല എന്ന് പറയുന്നവരെ ഇതുപോലെ കമന്റുകൾ എഴുതി അറിയിക്കും, ഉസ്താദേ അല്ലാഹുവിന്റെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ തന്നിട്ടുണ്ടല്ലോ എന്ന് നിങ്ങളോട് അറിയിക്കുന്നൊരവസ്ഥ വരും. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. കടങ്ങളുള്ളവരുടെ കടങ്ങൾ അല്ലാഹു മാറ്റിത്തരട്ടെ. വിഷമങ്ങളുള്ളവരുടെ വിഷമങ്ങൾ അല്ലാഹു മാറ്റിത്തരട്ടെ. കണ്ണീരുള്ളവരുടെ കണ്ണീരിന് അല്ലാഹു മാറ്റിത്തരട്ടെ. നമ്മളിങ്ങനെ പോവല്ലേ? നമ്മളിപ്പോ ഈ ദുനിയാവിന്റെ പുറത്തുകൂടെ ഇങ്ങനെ കടക്കുമ്പോ വരുന്നത് എവിടെങ്കിലും വെച്ച് കാണാ എന്നുള്ള ആ ഒരു ചിന്തയിലും ആ ഒരു ആമോഹത്തിലുമാണ്. അല്ല, എല്ലാവരും ഒന്ന് ചൊല്ല്, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാഹു നമ്മളെ മുഴുവനും സ്വീകരിക്കട്ടെ. അല്ലാഹുവേ, കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ മക്കളില്ലാത്തവരുണ്ടോ റബ്ബേ? നിനക്കറിയാമല്ലോ. അവർ കാണും പെണ്ണുമായ മക്കളെ കൊടുക്കണേ അല്ലാ. അംഗവൈകല്യങ്ങളില്ലാത്ത മക്കളെ കൊടുക്കണേ അല്ലാ. രോഗങ്ങൾ കൊടുത്തിട്ട് പൊന്നുമക്കളെ നീ പരീക്ഷിക്കല്ലേ അല്ലാ. അതുകൊണ്ട് മക്കൾ വേണമെന്നുള്ളവർ ഈ ദിക്ർ ചൊല്ലണം. മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുള്ളവർ ആ മക്കൾക്ക് രോഗമൊന്നും അല്ലാഹു വെക്കാതിരിക്കാൻ വേണ്ടി ഈ ദുആ ചെയ്യണം. എല്ലാത്തിനും ഒരുപാട് മഹത്വങ്ങളും ഒരുപാട് മാറ്റങ്ങളും ഉണ്ട്. നമ്മളത് വേണ്ടുന്ന കോലത്തിൽ കൊണ്ടുവന്നാൽ 100% മാഷാ അല്ലാഹ് നമ്മൾ വിജയിക്കുമെന്നുള്ളതിൽ സംശയമില്ല. അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. അല്ലാഹു അർഹമായ പ്രതിഫലം അല്ലാഹു നമുക്ക് ഈ വീട്ടിൽ നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് ആമീൻ ഒരുപാട് മഹത്വങ്ങളുണ്ട്. അതുകൊണ്ട് നീറുന്ന മനസ്സോടെ ഹൃദയത്തോടെ അല്ലാഹുവിലേക്ക് യാ റഹ്മാനു യാ അല്ലാഹ്, 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 യാ റഹ്മാനു യാ അല്ലാഹ്. അല്ലാഹുവേ, നമ്മുടെ പരിശുദ്ധമായ ഈ മജ്ലിസിൽ സംഗമിച്ചുകൊണ്ട് കടന്നു വരുന്ന ഓരോരുത്തരെയും നീ സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. വേദനകൾ കൊടുക്കല്ലേ അല്ലാ. സങ്കടങ്ങൾ കൊടുക്കല്ലേ അല്ലാ. അല്ലാഹുവേ, വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളൊന്നും നീ കൊടുക്കല്ലേ അല്ലാ. അപ്പൊ ഈ മൂന്ന് ദിക്റുകൾ നിങ്ങൾ എല്ലാവരും ചൊല്ലണം.
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പതിവാക്കണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഒരു പുതിയ കമന്റ് നിങ്ങൾക്കറിയാം, ഞാനത് വായിച്ചിട്ടുണ്ട്, എന്റെ മനസ്സിലുണ്ടത്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് വായിച്ചിട്ടുണ്ട്, എന്റെ മനസ്സിലുണ്ട്. എന്റെ പൊന്നാര ഉപ്പമാരും ഉമ്മമാരും ചെറുപ്പക്കാരൊക്കെ ഒന്ന് ആമീൻ പറയും മനസ്സറിഞ്ഞ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി വമസീദാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വഹബീബിനാ മുഹമ്മദ്. റഹീമായ അല്ലാഹ്, റഹ്മാനും റഹീമുമായ അല്ലാഹ്, ഞങ്ങളുടെ കുടുംബക്കാര് ഒരു ദിവസവും മുടങ്ങാതെ കാണുന്നവര്, നീ അവരെ കബൂലാക്കണേ അല്ലാഹ്, നീ അവരെ സ്വീകരിക്കണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം ഇരു വീട്ടിലും നീ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ക്യാൻസർ കൊടുക്കല്ലേ അല്ലാഹ്, അപസ്മാരം കൊടുക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, പലരും പല പല സങ്കടത്തിലാണ് പടച്ചവനെ. അല്ലാഹുവേ, ശരീരങ്ങൾ കീറിമുറിക്കുന്ന ഒരു രോഗവും നീ തരല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന സമയം കൈകാലുകൾ മുറിച്ചു മാറ്റുന്ന രോഗം തരല്ലേ അല്ലാഹ്. അല്ലാഹുവേ, കിടക്കുന്ന കിടപ്പിൽ കിടന്നുകൊണ്ട് മലമൂത്ര വിസർജനം ചെയ്യുന്ന ഒരവസ്ഥ ഞങ്ങൾക്ക് വെക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, വായിലൂടെ മൂക്കിലൂടെ ട്യൂബിട്ടുകൊണ്ട് കിടക്കുന്ന ഒരു ഗതികേട് ഒരവസ്ഥ ഞങ്ങൾക്ക് തരല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ കടങ്ങളുള്ളവരുണ്ട് റബ്ബേ, അവരുടെ കടങ്ങളെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അവരുടെ കടങ്ങളെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. സങ്കടങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. പടച്ചോനെ, ഞങ്ങളാരെയും കടക്കാരാക്കി മരിപ്പിക്കല്ലേ അല്ലാഹ്. ഞങ്ങളാരെയും കടക്കാരാക്കി നീ മരിപ്പിക്കല്ലേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ മരിപ്പിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, അല്ലാഹുവേ, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അല്ലാഹുവേ, പലരും പ്രവാസികളാണ് തമ്പുരാനെ. അല്ലാഹുവേ, നീ അവരെ സ്വീകരിക്കണേ അല്ലാഹ്. അവരുടെ പ്രയാസങ്ങളെ മാറ്റണേ അല്ലാഹ്. അവരുടെ നൊമ്പരങ്ങളെ മാറ്റണേ അല്ലാഹ്. അവരുടെ ദുഃഖങ്ങളെ മാറ്റണേ അല്ലാഹ്. അല്ലാഹുവേ, വെരിക്കോസിന്റെ അസുഖമുള്ളവരുണ്ട് അല്ലാഹുവേ. ശരീരം മുഴുവനും വേദനിക്കുന്നവരുണ്ട് അല്ലാഹുവേ. കാല് വേദനിക്കുന്നവരുണ്ട് അല്ലാഹുവേ. നെഞ്ചു പൊട്ടുന്നവരുണ്ട് അല്ലാഹുവേ. ശരീരമാസകലം സിഹ്ർ ബാധിച്ചവരുണ്ട് അല്ലാഹ്. എല്ലാവരുടെ സങ്കടങ്ങളും എല്ലാവരുടെ ദുഃഖങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, സിഹ്ർ ബാധിച്ച ആളുകൾ, അവർക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല, അവരെവിടെ വീഴുമെന്നറിയില്ല. യാ അല്ലാഹ്, അങ്ങനത്തെ ഒരു സിഹ്ർ ഞങ്ങളുടെ ശരീരത്തിൽ വെക്കല്ലേ അല്ലാഹ്. സിഹ്ർ ബാധിച്ചു പോയാൽ കട്ടിലിൽ കൊല്ലങ്ങളോളം കിടക്കുന്ന രോഗങ്ങൾ പോലും വന്നു പോകുമല്ലാഹ്. അല്ലാഹുവേ, ഇതിലൊരുപാട് സഹോദരങ്ങൾ കാൽമുട്ട് വേദന മാറാൻ പറഞ്ഞവരുണ്ട്, വേദന മാറ്റണേ അല്ലാഹ്. കണ്ണിന്റെ കാഴ്ച കിട്ടണമെന്ന് പറഞ്ഞവരുണ്ട്, കാഴ്ച ശക്തി തിരിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞവരുണ്ട്, ഓപ്പറേഷൻ ഇല്ലാതെ നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ പാപികളാ റബ്ബേ, എങ്ങനെ ചോദിക്കണമെന്നറിയില്ലല്ലോ റബ്ബേ, എങ്ങനെ കരയണമെന്നറിയില്ലല്ലോ റബ്ബേ. നീ ഞങ്ങളെ ഖായിബാക്കല്ലേ അല്ലാഹ്. നീ ഞങ്ങളെ തട്ടിക്കളയല്ലേ അല്ലാഹ്. നീ ഞങ്ങളെ തട്ടിക്കളയല്ലേ അല്ലാഹ്. നീ ഞങ്ങളെ തട്ടിക്കളയല്ല പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റബ്ബേ. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഉസ്താദേ, ഒരു കുഞ്ഞിക്കാലുണ്ടാകാൻ ദുആ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അവർ കാണും പെണ്ണുമായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അല്ലാഹുവേ, പടച്ച റബ്ബേ, ഈ ദുനിയാവ് ഇങ്ങനെ കടന്നു പോകും, ഞങ്ങളുടെ അവസ്ഥ അറിയില്ല. എപ്പോഴാ നമ്മൾ പിരിയുന്ന എന്നറിയില്ല, ഏത് സെക്കൻഡിലാ പിരിയുന്ന എന്നറിയില്ല. എപ്പ പിരിഞ്ഞാലും അല്ലാഹ്, നിന്റെയും നമ്മുടെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തത്തിൽ വിട പറയാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ദുആയ നീ തട്ടിക്കളയല്ല റബ്ബേ. ഞങ്ങളുടെ ദുആയ നീ തട്ടിക്കളയല്ല റബ്ബേ.
അള്ളാഹുവേ ഇതിനകത്ത് പല പല ജില്ലകളിൽ നിന്നുള്ളവരുണ്ട്, എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ. അള്ളാഹുവേ എന്റെ മുഹിബ്ബീങ്ങൾ, എന്റെ പൊന്നുകുടുപ്പക്കാർ, അവരെന്നും എന്നോടൊപ്പം വരുന്നവരാണ്. അവർക്കൊരു സങ്കടവും കൊടുക്കല്ലേ അല്ലാ, അവർക്കൊരു രോഗവും കൊടുക്കല്ലേ അല്ലാ, അവർക്കൊരു വിഷമവും കൊടുക്കല്ലേ അല്ലാ, അവർക്കൊരു ദുഃഖവും കൊടുക്കല്ല പടച്ചവനെ. അള്ളാഹുവേ ഞങ്ങളോട് സംസാരിച്ചവർ, മിണ്ടിയവർ, ദുആ ചെയ്യാൻ പറഞ്ഞവർ എല്ലാവരെയും സ്വീകരിക്കണേ റബ്ബേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി വസല്ലിം സല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.